ഈ ഏട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ബ്രോ, അതാണ് പറയാനുള്ളത്. ഈ ഏട്ടനാണ് തിരിച്ചു വേണ്ടത്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. 4K കൊള്ളാം. ആക്ച്വലി സെയിം തിങ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ആക്ച്വലി എൻഡ് ആയപ്പോൾ എനിക്ക് സത്യമായിട്ട് കണ്ണ് നിറഞ്ഞു. കുറേ ലെജൻഡറി ആക്ടേഴ്സിനെ നമുക്ക് തിരിച്ച് കാണാൻ കിട്ടി. ആൻഡ് ഞാൻ ആക്ച്വലി പൂനെയിൽ വന്നതാണ് ഈ റിലീസിന് വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ അവിടെ നോർത്ത് ഇന്ത്യയിൽ റിലീസ് ഉണ്ടോ ഇല്ലയോ അതറിയത്തില്ല. സോ ഞാൻ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുമ്പം ഡയറക്ടർ ലാൽ സർ എന്നെ ക്രോസ് ചെയ്തു. അപ്പോൾ എനിക്ക് സ്ട്രൈക്കായി ദാറ്റ് ഹി വാസ് ദ യൂണിറ്റ് ഡയറക്ടർ ഫോർ ദിസ് ഫിലിം. സിദ്ദിഖ് ലാൽ, സിബി ബലേൽ സർ, പ്രിയദർശൻ സർ, ഫാസൽ സാറുടെ അസിസ്റ്റൻസ് ആയിട്ട് ഇതിന് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ലെജൻഡറി ഡയറക്ടേഴ്സും കൂടെ കൊണ്ടുവന്ന ഒരു സിനിമയാണ്, ഒരു മാസ്റ്റർ പീസാണ്. എന്നിട്ട് ഇപ്പോഴും ബോളിവുഡ് ആക്ച്വലി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാക്കിയിട്ട് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇതുവരെ. സോ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഈ ഒരു സ്ക്രിപ്റ്റിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും കൂടെ ചേർന്നൊരു മാസ്റ്റർ പീസ് എൻഡാകുമ്പോൾ നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയിപ്പോവും. പിന്നെ നമ്മൾ വിസിലും അതൊന്നും നമുക്ക് അത് ഓർമ്മ വരത്തില്ല, അത്രമാത്രം ഇൻവോൾവ് ആയിപ്പോവും. രക്ഷയില്ല, സൂപ്പറായിരുന്നു. കിള്ളായിരുന്നു. കാര്യം നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോഴേതിങ്ങനെ തിയേറ്ററിൽ കാണണമെന്നുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കാണാൻ പറ്റും, നമ്മൾ ജനിച്ചില്ലല്ലോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ. സോ ഹാപ്പി. അയ്യോ, ഒന്നും പറയണ്ട ബ്രോ. നമ്മൾ ഈ കുഞ്ഞിലെ മുതലേ കണ്ടൊരു സിനിമ ഇത്രയും ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റി, അതും ആ 4K അറ്റ്മോസിൽ ഒരു പ്രത്യേക അനുഭവം തന്നെ, ഒരു രക്ഷയില്ല. സമയത്ത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നു. മണിച്ചത്തെ താഴെ കാണാത്ത ആരും ഇല്ലല്ലോ. സിനിമയുടെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ ഇപ്പം എല്ലാവരും കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, അതിനായിട്ടാണ് വന്നത്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. ഓൾ ടൈം ഫേവറേറ്റ് മൂവി അല്ല അപ്പോൾ എല്ലാവരുടെയും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വീണ്ടും റീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുറച്ച് പ്രോബ്ലം ആയിട്ട് തോന്നി. കാരണം സൗണ്ട് സ്കേപ്പ് ഒക്കെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇല്ലല്ല, സീൻസ് അങ്ങനെ കുഴപ്പമില്ല. വെരി ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ആ ഒരു 31 ഇയേഴ്സിന് ശേഷം നമുക്ക് TV കണ്ടതെല്ലാം ഒരു തിയേറ്ററിൽ നല്ല രീതിയിൽ ഒരിക്കലും കാണുമെന്ന് വിചാരിച്ചതല്ലോ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് പെർഫോമൻസ്, ഗ്രേറ്റ് മൂവി. ടിവിയിലും യൂട്യൂബിലും കണ്ടൊരു കൾട്ട് ക്ലാസിക് പടം ഇതേപോലെ തിയേറ്ററിൽ 4K അറ്റ്മോസിൽ കാണുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ഭാഗ്യം എന്ന രീതിക്കുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. കാരണം 31 വർഷത്തിന് ശേഷം കാണണമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സൗണ്ട് മിക്സിങ് അപാരം. ഓരോ പാട്ടും ഹൊറർ സീനൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര നല്ല രീതിയിൽ സത്യമായി തിയേറ്ററിൽ കുലുങ്ങിയിട്ടുണ്ട്. ആ രീതിയിലുള്ള രസമുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവസാനം കുറച്ച് പോർഷൻസ് എന്തോ കട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൈയടിയിട്ടിരിക്കുന്നത് ശോഭന ചേച്ചിക്കാണ്. മികച്ച അഭിനയം. കണ്ടില്ലെങ്കിൽ നഷ്ടം. തിയേറ്ററിൽ തന്നെ വന്ന് ഒന്നുകൂടി കാണില്ല. ഒരുപാട് തവണ ടിവിയിലൊക്കെ കണ്ട പടമല്ലേ, അപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാനൊക്കെ കണ്ടതാണ്. തിയേറ്ററിൽ കണ്ടതാണ്. അപ്പോൾ എന്ത് വ്യത്യാസമാണ് തോന്നുന്നത് ഇപ്പോൾ വന്നപ്പോഴത്തേക്ക്? ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ, അതനുസരിച്ച് അവർ നന്നായിട്ട് ചെയ്തിരിക്കുന്നു. കുട്ടിക്കാലം ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പടം തിയേറ്ററിൽ കാണണമെന്ന്. അന്ന് കുട്ടിക്കാലത്ത് പറ്റിയില്ല. അപ്പം ഇപ്പം ഇത് കാണാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. എന്തൊക്കെ ചേഞ്ചസ് തോന്നി ഈ പടത്തിൽ കണ്ടപ്പോഴത്തേക്ക്? ഇന്നത്തെ വിഷ്വലായിട്ടുള്ള 4Kയിൽ ഇത് കാണുമ്പം പണ്ടത്തെ കട്ട് സീനുകളൊന്നും ഉൾപ്പെടുത്തിയില്ല, പോലും ഒരിടത്തും കട്ട് ചെയ്തില്ല. അല്ലാതെ നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലാലേട്ടൻ്റെ ആ പഴയ തമാശകളും ചിരികളും എല്ലാം അടിപൊളി എക്സ്പീരിയൻസ്. പക്ക എക്സ്പീരിയൻസ് ബ്രോ. ലാലേട്ടൻ്റെയൊക്കെ പണ്ട് മുതലേ കാണണമെന്ന് വിചാരിച്ച ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഇതുണ്ട്. പക്ക ഇതായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല. ഒരുപാട് തവണ TV കണ്ട പടമല്ലേ, അപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് എന്ത് തോന്നി? ചേഞ്ചസ് എന്തൊക്കെ തോന്നി? ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. ഓഡിയൻസിന്റെ ആ റെസ്പോൺസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ്. പുതിയ സിനിമ കാണാൻ വന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ തീർച്ചയായും താങ്ക് യു.